1000 കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ചേർത്താൽ പോലും കഴിയാത്ത വിധത്തിലുള്ള സാങ്കേതിക വിദ്യ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അത്ഭുത കമ്പ്യൂട്ടറാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. 1000 കമ്പ്യൂട്ടർ ചേർത്താലും ഇതിനോടൊക്കില്ല. കാരണം ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറും ചാറ്റ് GPT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം കണ്ടുപിടിച്ചത് ഈ കമ്പ്യൂട്ടറിൽ നിന്നാണ്. പക്ഷെ ആ കമ്പ്യൂട്ടറിൽ സാധാരണ നമ്മൾ www അടിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, .com അടിക്കുന്ന കമ്പ്യൂട്ടർ, വെബ്സൈറ്റ് അടിക്കുന്ന കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൽ അതിന് ബുദ്ധിയുണ്ട്. പക്ഷേ ആർദ്രത എന്ന് പറയുന്നതോ ഹൃദയം എന്ന് പറയുന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ പഞ്ചായത്തിൻ്റെയും മറ്റൊക്കെ ആനുകൂല്യങ്ങൾക്കൊക്കെ പ്രൊജക്റ്റിനൊക്കെ അപേക്ഷ കൊടുത്താൽ പണ്ട് ഈ കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് ലൈഫിൻ്റെ പദ്ധതിയിൽ വീടിൻ്റെ അളവ് സ്ഥലത്തിൻ്റെ അളവ് 1 സെൻറ്റ് കൂടിപ്പോയാൽ അത് പഞ്ചായത്ത് മെമ്പർക്ക് ഹൃദയമുള്ളത് കൊണ്ട് അത് പോട്ടെ, പ്രശ്നമില്ലാന്ന് പറഞ്ഞ് കൊടുക്കും. പക്ഷെ കമ്പ്യൂട്ടറിൽ ഈ രേഖ കയറിയാൽ 1 സെൻറ്റ് വിട്ടുവീഴ്ച ചെയ്യാൻ കമ്പ്യൂട്ടറിന് ഹൃദയമില്ല. ഹൃദയമെന്ന് പറയുന്നത് അതാത് അവസരങ്ങളിൽ സംഭവത്തിൻ്റെ മൂല്യത്തിനും പ്രാധാന്യത്തിനും അനുസരിച്ച് ഈ ചുറ്റുവട്ടമുള്ള പ്രകൃതിയോടും മനുഷ്യരോടും ആ മനുഷ്യനെയും പ്രകൃതിയെയും കൂട്ടിയിണക്കുന്ന ഒരത്ഭുത പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തെ ചില ആളുകൾ ദൈവമെന്ന് വിളിച്ചു, ചില ആളുകൾ പടച്ചോനെന്ന് വിളിച്ചു, ചില ആളുകൾ കർത്താവെന്ന് വിളിച്ചു, ചില ആളുകൾ പരമകാരുണികനെന്ന് വിളിച്ചു. ആ ദൈവം എന്ന് പൊതുവെ പറയാം. നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും അതിന് അമ്പലത്തിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് കൊണ്ടക്കൊടുക്കുന്നു വായിരുത്തുന്നു നാളാണെന്നൊന്നും വിചാരിച്ചു പോകരുത്. നമ്മുടെ ദൈവത്തെ നമ്മൾ എത്ര സങ്കുചിതമായിട്ടാണ് കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ പൂജാമുറിക്കുള്ളിലും പൂട്ടിയിട്ട് കളഞ്ഞത്. നമുക്ക് പറ്റിയ അബദ്ധം നമ്മുടെ ദൈവത്തെ, വിശ്വം നിറഞ്ഞിരിക്കുന്ന ദൈവത്തെ ഒരു കുടുസു മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് കളഞ്ഞതാണ് നമുക്ക് പറ്റിയൊരബദ്ധം. അപ്പം ഞാൻ കാണുന്ന ദൈവം എന്ന സങ്കല്പം വിശാലമാണ്. അപ്പോൾ പ്രകൃതി, മനുഷ്യൻ, ദൈവം ഇത് പരസ്പര പൂരകമായിരിക്കുന്ന ഈ പ്രാപഞ്ചിക ജീവിതത്തെ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും പ്രതികരിക്കാനും കഴിയുന്ന മനുഷ്യൻ്റെ വിവേചന ബുദ്ധിയാണ് ഹൃദയമെന്ന് പറയുക. ആ ഹൃദയം ഇന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ ദുരന്തമാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക ദുരന്തവും നമ്മുടെ നാട്ടിലെ മാലിന്യ ദുരന്തവും ഒക്കെ കാരണം. അതുകൊണ്ട് മാലിന്യത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുമ്പോൾ ബെസ്റ്റ് പേരാണ് ഹൃദയപൂർവം എന്ന്. ആ പേരിട്ട ആ ആളുകൾക്കോ ഒരു കൂട്ടമാളോ ഒരാളോ ആരാവട്ടെ അവരുടെ മുന്നിൽ ഞാൻ നല്ലൊരു നമസ്കാരം സമർപ്പിക്കുകയാണ്. ഹൃദയപൂർവം. മനുഷ്യൻ, ഞാൻ പറഞ്ഞ വാക്കോർമ്മയുണ്ടോ? പ്രകൃതി, മനുഷ്യൻ, ദൈവം ഇത് പരസ്പര പൂരകങ്ങളാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ 3 വാക്കുകൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്പർ 3. തൊട്ടുതലയിൽ വെക്ക് 3 പ്രാവശ്യം, അമ്പലം ചുറ്റുക 3 പ്രാവശ്യം, കല്യാണപ്പെണ്ണിൻ്റെ കയ്യും പിടിച്ചിട്ട് ദീപം ബലം വെക്ക് 3 പ്രാവശ്യം. മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്പർ 786 786. അതെന്താന്ന് ചോദിച്ചപ്പോൾ ഏതോ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ അത് അള്ളാൻ്റെ ഫോൺ നമ്പറാണെന്നോ സംശയം എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഒന്നുമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന അറബി വചനത്തിലെ അക്ഷരങ്ങളുടെ നമ്പറാണ് 786. അതിൻ്റെ ടോട്ടലാണ് 786 എന്ന് കാണുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്താൽ ഇസ്മി കൂട്ടിയതിന് തുല്യമാണെന്ന്. അതുകൊണ്ടാണ് 786. നമ്മുടെ ഭാരതത്തിൽ 3 ആ ഉ അം ഓം. എന്താണ് ഓംകാരം എന്ന് ചോദിച്ചപ്പോൾ ഈ ചെക്കൻ തന്നെ പറഞ്ഞു കേൾക്കണോ? ഓംകാരം എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ്. ദൈവത്തെ ഇപ്പം എല്ലാം പാസ്വേഡ് വെച്ചിട്ടില്ലേ ഡൗൺലോഡിങ്. 3 എന്ന് പറയുന്നത് ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ഇത് 3 എല്ലാവർക്കും ബാധകമായ നിയമമല്ലേ? എല്ലാവർക്കും ബാധകമായ നിയമമാണ്. ജനിക്കുക, ജീവിക്കുക, മരിക്കുക, സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതിന് 3 ഡിപ്പാർട്ട്മെൻറ്റിന് 3 ദൈവങ്ങൾ നമ്മൾ ചുമതല കൊടുത്തു അല്ലേ? സൃഷ്ടിക്ക് ബ്രഹ്മാവിനെയും, സ്ഥിതിക്ക് വിഷ്ണുവിനെയും, സംഹാരത്തിന് ശിവനെയും. ആ 3 മാത്രമല്ല, പ്രകൃതി, മനുഷ്യൻ, ദൈവം. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴയൊരു സിനിമ പാട്ടുണ്ട് യേശുദാസിൻ്റെ,
ഉപനിഷത്തിലെ വചനത്തെ കാച്ചിക്കുറുക്കിയിട്ട് വയലാർ അവതരിപ്പിച്ച പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രകൃതി, ഈശ്വരൻ, മനുഷ്യൻ, ഇത് കാലത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. ഇത് പരസ്പര പൂരകങ്ങളായി ജീവിക്കാൻ അറിയുന്നവനെയാണ് പ്രജ്ഞയുള്ളവൻ എന്ന് പറയുക. അതില്ലാത്തവൻ പ്രജ്ഞാപരാധം ചെയ്യുന്നവനാണ്. ആ പ്രജ്ഞാപരാധം കൊണ്ടാണ് നമുക്കിപ്പോൾ കർക്കടക മാസത്തിൽ മഴ പെയ്യാതെ കന്നി മാസത്തിൽ മഴ പെയ്തത്. കലണ്ടറെല്ലാം മാറ്റേണ്ട സമയം കഴിഞ്ഞു. കലണ്ടറെല്ലാം മാറ്റേണ്ട സമയം കഴിഞ്ഞു. കലണ്ടറിൽ നമുക്ക് പുതുമഴ പെയ്യുമ്പോഴാണ് പുതുവർഷം, അല്ലേ? പുതുമഴയാണല്ലോ നമുക്ക് പുതുവർഷം. പുതുവർഷത്തിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പഞ്ചാംഗം മാറ്റുക. പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കലണ്ടറിൻ്റെ മലയാളമാണ് പഞ്ചാംഗം. ചുമരിൽ തൂക്കിയിരിക്കുന്ന പഞ്ചാംഗം സംക്രമ വിഷുപക്ഷി പൊന്മണിച്ചുണ്ടുകൊണ്ട് കൊത്തിമാറ്റുന്ന പഴയ ലീലേൻ്റെ പാട്ടോർമ്മയുണ്ടോ? സംക്രമ വിഷുപക്ഷി സംവത്സര പക്ഷി പൊന്മണിച്ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. ആ പഞ്ചാംഗങ്ങളെല്ലാം തിരുത്തണം ഇപ്പോ. കാരണം കർക്കിടത്തിൽ ചിങ്ങം കയറി, ചിങ്ങത്തിൽ കന്നി കയറി, എല്ലാം തലതിരിഞ്ഞു പോയി, അല്ലേ? മഴ എപ്പോഴാ പെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് മാറി? മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ്, കോടിക്കണക്കിന് വർഷം മുമ്പ്, ഈ ഭൂമിയിൽ ആനയും കടുവയും പോത്തും ആമയും മീനും മുയലും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവർ കോടിക്കണക്കിന് വർഷം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് വളർന്നിട്ടും ഈ ഭൂമിയിൽ കോവിഡ് വന്നിട്ടില്ല. ഈ ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായില്ല. ഈ ഭൂമിയിൽ ആഗോളതാപനം ഉണ്ടായില്ല. അവർ ഈ ഭൂമിക്ക് ഒരു പരിക്കേൽപ്പിച്ചില്ല. അവരന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിതത്തെ സമാന്തര രേഖയിൽ അവർ പ്രകൃതിയോടൊത്ത് ജീവിച്ചു. നമ്മൾ വന്നപ്പോൾ നമ്മൾ പ്രകൃതിയെ അതിജീവിക്കുവാൻ പഠിക്കാൻ തുടങ്ങി. പ്രകൃതിയുടെ മേലെ ആദ്യത്തെ അതിജീവനം ഒരു കൊടയുണ്ടാക്കിയതാ. മഴ കൊള്ളാതെ, വെയിൽ കൊള്ളാതെ. പക്ഷെ അതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. വെള്ളത്തിലുണ്ടായ ജീവൻ മീനാണല്ലോ ആദ്യത്തെ അവതാരം. പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവൻ ആമയാണല്ലോ രണ്ടാമത്തെ അവതാരം. പിന്നെ കാട്ടിൽ കയറിയ ജീവൻ പന്നിയാണല്ലോ മൂന്നാമത്തെ അവതാരം. പിന്നെ മരത്തുമ്മ കയറിയ ജീവൻ നരസിംഹമാണല്ലോ നാലാമത്തെ അവതാരം, അല്ലേ? അല്ലേ? മത്സ്യകൂർമ്മ വരാഹ നരസിംഹം. മുഖം കണ്ടാൽ സിംഹം, ഉടല് കണ്ടാൽ മനുഷ്യൻ, നരസിംഹം. അതിനുശേഷമാണ് ആദ്യം മനുഷ്യൻ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതിരിക്കാൻ ഒരോലക്കൊടയും ചൂടി ഒരാൾ വന്നു. അതാണ് വാമനൻ. അതിനുശേഷം അവൻ മണ്ണ് കിളച്ചിട്ട് ഇരുമ്പ് കണ്ടുപിടിച്ച് ഇരുമ്പിൻ്റെ ഒരു പത്തിയും മരത്തിൻ്റെ ഒരു തള്ളയും ഇട്ടിട്ട് ചുമല് വെച്ച് വന്നു. അതാണ് പരശുരാമൻ, അല്ലേ? ഇരുമ്പ് കണ്ടുപിടിച്ചു, പരശുരാമൻ ഉണ്ടായി. പിന്നെയാണ് അവൻ രാജ്യഭരണം ആരംഭിച്ചത്. അതുവരെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാന്നല്ലേ പറഞ്ഞേ? കുടുംബത്തിലാണ് ധർമ്മം വരുന്നത്. അതിനു മുമ്പ് കുടുംബമില്ല. മൃഗങ്ങളെപ്പോലെ തോന്നുന്ന ആളോട് ഇണചേരുക, മക്കളെ ഉണ്ടാക്കുക, ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണി ഉണ്ടാക്കുക, വിസർജിക്കുക. ഈ 4 പണി മാത്രം നടത്തിയിരുന്ന കാലത്ത് ഒരാൾക്ക് എത്ര ഭാര്യയാകാം, ഒരു പെണ്ണിന് എത്ര ഭർത്താവും ആകാം. അതിൽ നിന്ന് മാറിയിട്ട് ധർമ്മം വന്നു. ഒരുത്തൻ ഒരു ഭാര്യ. അച്ഛൻ 3 കല്യാണം കഴിച്ചു. ആര്? ദശരഥൻ. മോൻ ഒറ്റ ഭാര്യ മതി. ആ ഭാര്യനെ ഒരുത്തൻ 10 തലയുള്ള കൊണ്ടുപോയി കളഞ്ഞു. കൊണ്ടുപോയാൽ ഇഷ്ടം പോലെ ഭാര്യവന് വേറെ കിട്ടു. എന്നിട്ട് അതൊന്നും നോക്കാതെ ആ 10 തലയുള്ളവൻ്റെ കൊട്ടാരത്തിൽ കടൽ കടന്നു പോയിട്ടും സ്വന്തം ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മെനക്കെട്ടൊരുത്തനുണ്ടായി. അവിടെയാ രാമൻ ദൈവമായത്. മനസ്സിലായോ? രാമൻ ദൈവമായത്, അവതാരമായത്. മാത്രമല്ല, രാജ്യഭരണം ആരംഭിച്ചു. രാഷ്ട്രസങ്കല്പമുണ്ടായി, രാമരാജ്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ കൃഷി ആരംഭിച്ചത്. അവൻ കൃഷി ആരംഭിച്ചു. കാളിന്തി നദിയിൽ അണകെട്ടിയിട്ട് അതിലെ വെള്ളം കനാല് കയറിയിട്ട് അമ്പാടിയിലേക്ക് ഇറക്കി കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച കലപ്പ ചുമല് വെച്ച് മറന്ന ഒരു രാമനുണ്ടായി. കലപ്പരാമൻ എന്നാ പറയാ. കലപ്പക്ക് ഹലമെന്ന് പറയും, ഹലായുധൻ. അതാ ബലരാമൻ.
കുറച്ചും കൂടി വന്നപ്പോഴാണ് കാട്ടിലെ പാഴ്മുളം തണ്ണിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്ത കൃഷ്ണനുണ്ടായത്. ആ കൃഷ്ണൻ വരുന്നതോടുകൂടിയാണ് പ്രകൃതിയെ എടങ്ങാറാക്കരുതെന്ന ചിന്ത വന്നത്. കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരായിട്ട് സമരം ചെയ്തു. ചാലിയാറിൽ വിഷം കലർത്തുന്ന മാവൂർ ഗോളിയർ റാൻസിനെതിരായിട്ട് നടന്ന അതേ സമരം ആ കൃഷ്ണനും നടത്തിയേ. മനസ്സിലായോ? പുഴയിൽ മലിനമാക്കരുത്. കാളിയനെ കൊന്നുകളഞ്ഞോ? കൃഷ്ണന്റെ സ്നേഹം നോക്കൂ. നമ്മൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നല്ല പാട്ട് എഴുതുന്ന ആളാണ്. പക്ഷേ എനിക്ക് അയാളൊരു പച്ചക്കളവ് ഒരു പാട്ട് എഴുതി കളഞ്ഞു. എന്തേ കണ്ണന് കറുപ്പു നിറം കാളിന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നില്ല, നീ ഇവിടുന്ന് പോയിക്കോന്നാ പറഞ്ഞ്. ഇവിടെ നിൽക്കണ്ട എന്നല്ലേ പറഞ്ഞുള്ളൂ. ആട്ടി അകറ്റി ചെയ്ത് അതിൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് ദൂരെ വിട്ടു. അല്ലാതെ കൊന്നില്ല, ഒന്നിനെയും കൊല്ലണ്ട അല്ലേ? പശുവിനെ മേയിച്ച് ജീവിച്ചു. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യ സംസ്കാരത്തിൻ്റെ വികാസം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആർദ്രതയുടെയും അതിൻ്റെ മൂല്യത്തിൻ്റെയും വികാസമാണ്. അതാണ് ദശാവതാര കഥകൾ. ആ കഥകളുടെ വികാസം, അതിലൂടെ നമ്മൾ പഠിക്കേണ്ടത് പ്രകൃതി, മനുഷ്യൻ, ഈശ്വരൻ ഇത് പരസ്പരപൂരിതമായി മുന്നോട്ട് പോകണം. അത് വെക്കേണ്ട സാധനം വെക്കേണ്ട സ്ഥലത്ത് വെക്കേണ്ട പോലെ വെച്ചാൽ അതും മൂല്യമുള്ളതാ. അല്ല, സ്ഥാനം തെറ്റിയാൽ അത് മാലിന്യമാണ്. തിക്കുറിശീനെ അറിയില്ലേ? തിക്കുറിശി നല്ല നടനാ അല്ലേ? പക്ഷെ അദ്ദേഹം പാട്ടെഴുതിയതറിയോ? അദ്ദേഹം എഴുതിയ പാട്ട് നല്ല സുന്ദരമായ പാട്ട് എഴുതും. അദ്ദേഹം എഴുതിയ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം. കേട്ടിട്ടുണ്ടോ? കാമുകിയുടെ ഭാര്യയുടെ മുടിയെ വർണ്ണിക്കുക. നിന്റെ മുടിക്ക് ഹെയർ ഓയിലൊന്നും പുരട്ടണ്ട, മുഴുങ്ങുമണമൊന്നുമില്ല, നല്ല സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് വർണ്ണിച്ചതിന് ശേഷം കാമുകി അതെല്ലാം കേട്ട് സന്തോഷിച്ച് കാമുകന് സ്പെഷ്യൽ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അതങ്ങ് വിളമ്പി ബിരിയാണീൻ്റെ കഷ്ണം എടുക്കുമ്പോൾ അതിൽ നിന്ന് വെളിയുന്നു ഒരു മുടി. ആ മുടിയെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? ഇല്ല. തലേലെ മുടി തലേലെ ഭംഗിയുള്ളൂ, സ്ഥാനം മാറിയാൽ വൃത്തികേടാ. ഒരു വസ്തുവിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് ആ വസ്തുവിൻ്റെ വിലയല്ല, അത് നിൽക്കുന്ന സ്ഥാനവും അത് നിൽക്കുന്ന അവസരവുമാണ്. ഞാനിപ്പോൾ ഇവിടെ വരേണ്ട സമയത്തിന് 5 മണിക്ക് വരേണ്ടതിന് പകരം ഞാൻ 8 മണിക്ക് വന്നെങ്കിൽ എൻ്റെ മൂല്യം പോയോ? ഞാൻ കരുനാഗപ്പള്ളി വരുന്നതിന് പകരം ചാത്താൻകോട്ട പോയി നിന്നാൽ എൻ്റെ മൂല്യം പോയോ? അപ്പോൾ ഞാൻ മൂല്യത്തോടെ ഇവിടെ നിൽക്കണമെങ്കിൽ ഈ സമയത്ത് ഈ സ്ഥലത്ത് ഞാൻ നിൽക്കണമല്ലോ. അപ്പോഴല്ലേ എനിക്ക് മൂല്യമുണ്ടാവുന്നത്. ഇതുപോലെ ഓരോ വസ്തുവിനും വെക്കേണ്ട സ്ഥലം വെക്കേണ്ട പോലെ വെച്ചില്ലെങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടും. ഈ പാഠം പഠിപ്പിക്കേണ്ട സ്ഥലമാണ് കുടുംബം.